ചോര ചുരത്തി കുഞ്ഞു പൈതലിന്റെ ദാഹമകറ്റുന്ന ഉമ്മമാർ, വിശന്നു തൊണ്ടപൊട്ടി നിലവിളിക്കുന്ന കുഞ്ഞുമക്കൾ, വയറ്റിൽ കരിങ്കല്ല് കെട്ടിവെച്ച് വിശപ്പകറ്റാൻ പാടുപെടുന്ന പൈതങ്ങൾ, ശക്തമായ ചൂടേറ്റ് ഉണങ്ങിവരുണ്ട മനുഷ്യക്കോലങ്ങൾ, ഒരു തുണ്ട് റൊട്ടിക്കഷണത്തിന് വേണ്ടി മൽപ്പിടിക്കേണ്ടി വരുന്ന ബാല്യങ്ങൾ, ഭീകരമായ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന മിസൈലുകളുടെ ശബ്ദം കേട്ട് നെട്ടോട്ടമോടുന്ന കൗമാരങ്ങൾ, ഉപ്പയും ഉമ്മയും നഷ്ടമായ കുഞ്ഞുമക്കൾ, കയ്യും കാലും ഛേദിക്കപ്പെട്ട കുരുന്നുകൾ, മുറിവുകളുടെ നീറ്റലും പൊരിയുന്ന വയറിന്റെ കടച്ചിലും അടുത്ത നിമിഷം തന്റെ തലക്ക് മുകളിലും ജൂതന്റെ ബോംബ് പതിക്കുമെന്ന ഭീതിയും പേറി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്ന പാവങ്ങൾ, ചുറ്റും തകർന്നു തരിപ്പണമായ കെട്ടിടാവശിഷ്ടങ്ങൾ, പൊടിപടലങ്ങൾ, വെടിയൊച്ചകൾ, അടിച്ചു വീശുന്ന വെടിമരുന്നിന്റെ ദുർഗന്ധവും പിടഞ്ഞു വീണു മൃത്യുവരിച്ച പച്ച മനുഷ്യന്റെ ചോരമണവും, പൊടിപിടിച്ച ശരീരവും ജടകുത്തിയ തലമുടിയും, ഒരിറ്റു വെള്ളമൊഴിച്ച് കഴുകാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ടവർ, കുഞ്ഞുകുട്ടികളുടെ കുസൃതിച്ചിരികളും കൊഞ്ചലുകളും കൊട്ടിയടക്കപ്പെട്ട ഭൂമിക, കളിക്കാൻ കളിപ്പാട്ടങ്ങളില്ല, പഠിക്കാൻ പാഠപുസ്തകങ്ങളോ പള്ളിക്കൂടങ്ങളോ ഇല്ല, ഉടുക്കാൻ കുപ്പായങ്ങളില്ല, കിടക്കാൻ മെത്തയില്ല, പാർക്കാൻ കൂരയില്ല, രുചിക്കാൻ ഒരു പിടി അന്നം പോലുമില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ജൂത സയനിസ്റ്റ് തീവ്രവാദികൾ ഈ പാവങ്ങൾക്ക് നേരെ വെടിയുതിർത്തു കളിക്കുകയാണ്. കരയിലിട്ട് മീനുകൾ പിടക്കുന്നത് നോക്കി രസിക്കുന്ന കൊച്ചുകുട്ടികളെപ്പോലെ ഈ പാവങ്ങളുടെ നീറ്റലുകളും വേദനകളും കണ്ട് അവർ മതിമറന്ന് ആഘോഷിക്കുകയാണ്. ക്രൂരമായ മനസ്സുള്ള കല്ലിൻ്റെ ഹൃദയമുള്ള പച്ച മനുഷ്യനെ കൊന്നു തിന്നുന്ന ഈ കാട്ടാളന്മാർ, അത് നോക്കി നിൽക്കുന്ന ലോകമേ, ഒരു തരുമ്പ് കരുണയെങ്കിലും കാട്ടാൻ ആഘോഷങ്ങൾക്കും ആഭാസങ്ങൾക്കും ഒടുവിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തുമോ? ഒരിറ്റു നല്ല വെള്ളം കുടിച്ചെങ്കിലും ആ പാവങ്ങൾ മരിക്കട്ടെ. ഗസയിലെ പാവങ്ങൾ.